പ്രതിപക്ഷത്തിരുന്ന് പരാജയപ്പെട്ട ഒരു കൂട്ടരാണ് നിങ്ങൾ വയനാട് 100 വീട് വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞു. 300 ഇന്ന് വരെ ഞാനിത് ഞാനൊന്ന് പറഞ്ഞു. എനിക്കത് ചോദിക്കാൻ എന്റെ പോയിന്റ് ഇത്ര ഉണ്ട് സാർ. അതല്ല എന്റെ ചോദ്യം അതല്ല. അതായത് നിങ്ങൾ വീട് വെച്ചിട്ട് കൊടുത്തില്ല എന്നുള്ളതല്ല എന്റെ പ്രശ്നം. കോൺഗ്രസ് ഒരു 100 വീട് വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ 50 കോടി രൂപ മാക്സിമം, അതിൽ കൂടുതൽ പൈസയുടെ ആവശ്യമില്ല. കോൺഗ്രസിന് 50 കോടി രൂപ പിരിക്കുക എന്ന് പറഞ്ഞ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നിങ്ങൾ നിരന്തരം ഒരൊറ്റ എന്തുകൊണ്ട് നിങ്ങൾക്ക് അതൊരു മനുഷ്യരെ സാറിന് പറഞ്ഞല്ലോ വാഗ്ദാനം എന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും മനുഷ്യൻ? ഞങ്ങൾക്ക് സ്ഥലം അലോട്ട് ചെയ്യാൻ പൈസ കൊടുത്ത് അലോട്ട് ചെയ്യാൻ ചോദിച്ചു. ഗവൺമെന്റ് തയ്യാറായില്ല. സർക്കാരിനോട് ചോദിച്ചു. സർക്കാരിനോട് ചോദിച്ചു. ഇവർ 1000 വീട് പ്രളയത്തിൽ കൊടുക്കാന്ന് പറഞ്ഞവരാണ്. നിങ്ങൾ എന്തിനാണ് ഈ ചോദ്യം കോൺഗ്രസിനോട് ചോദിക്കുന്നത്? ഇവർ 1000 വീട് KPCC വെച്ചു കൊടുക്കാന്ന് പറഞ്ഞ 1000 പോയിട്ട് ഒരു 0 വീട് നിങ്ങൾ വെച്ചു കൊടുത്തിട്ടില്ല. എന്റെ ഉത്തരവാദിത്വം സർക്കാർ ഒരു രാഷ്ട്രീയ പാർട്ടിക്കില്ല. എനിക്ക് ഈ കാര്യത്തിൽ ഒരു ഉത്തരം ആവശ്യമുണ്ട്. കാരണം ഇത് സണ്ണി വക്കീൽ പറഞ്ഞത് പ്രതിപക്ഷത്ത് നിന്ന് ഞങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് വാഗ്ദാനം കൊടുക്കുമെന്നുള്ളതാണ്. കോൺഗ്രസ് നേതാക്കന്മാര് അവരുടെ വായിൽ വരുന്ന വർത്തമാനം പറയുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ജൂൺ 30-ാം തീയതി തറക്കല്ലിടും, ജൂലൈ 30-ാം തീയതി തറക്കല്ലിടും. ഞങ്ങൾ സർക്കാരിനോട് ചോദിച്ചിട്ടുണ്ട്. റവന്യൂ മന്ത്രി രാജനാണ് പറഞ്ഞത്. ഒരാളും ഞങ്ങൾ കേരളത്തിലും ഇന്ത്യയിലും പ്രതിപക്ഷത്ത് നിൽക്കുന്ന പാർട്ടിയാണ്. സാമ്പത്തിക പ്രയാസമുണ്ട് എങ്കിലും ഞങ്ങൾ ജനങ്ങളിൽ നിന്ന് കാശ് കളക്ട് ചെയ്ത് ഞങ്ങൾ ഈ വാഗ്ദാനം പാലിക്കുന്നത്. ആ കാശ് കളക്ട് ചെയ്യുന്ന കണക്ക് സാറിനോട് ചോദിച്ചപ്പോ സാറ് പോലും എനിക്കറിയത്തില്ലെന്നാ പറഞ്ഞത്. ആപ്പ് എവിടെയെന്ന് ചോദിച്ചപ്പോ അത് ആപ്പിലുണ്ടെന്ന് പറഞ്ഞു. ആപ്പ് സ്ഥലത്തില്ല. കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ ഓരോന്നാണ് പറയുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പിരിച്ച പൈസ ഞാനത് പറഞ്ഞാൽ